എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് +2 ബയോളജിയുടെ സുവോളജിയുടെ സെക്ഷനായിട്ടുള്ള ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ എങ്ങനെ എളുപ്പമായി പഠിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അറിയാം, നമ്മുടെ അഡോളസെൻ്റ് ഏജിൽ ഈ ചാപ്റ്റർ നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ആൾമോസ്റ്റ് എല്ലാവർക്കും പഠിക്കുവാനും വളരെ എളുപ്പമായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോകാം. അതിന് മുമ്പിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അപ്പം അന്നേരം തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം, അതിൻ്റെ പ്രൈമറി ഓർഗൻ എന്ന് പറയുന്നത് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസ് കൂടാതെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സസറി ഡക്റ്റ് ഉണ്ട്, ഗ്ലാൻസ് ഉണ്ട്, എക്സ്റ്റേണൽ ജെനൈറ്റലി ഉണ്ട്. ഇനി നമുക്ക് ടെസ്റ്റിസിനകത്തേക്ക് പോകുമ്പോഴത്തേക്ക് ആദ്യമായിട്ടുള്ളൊരു ബോർഡ് എക്സാമിന് ചോദിച്ചുകൊണ്ടിരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, സ്ക്രോട്ടം എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അതായത് ടെസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സാക്കിന് പറയുന്ന പേരാണ് സ്ക്രോട്ടം. സ്ക്രോട്ടം എന്ന് പറയുന്നത് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് പുറത്തായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു പൗച്ചാണ്. സ്ക്രോട്ടം സാക്കിനകത്തെ ടെമ്പറേച്ചർ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് 2 to 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ആയിരിക്കും ദാൻ നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഈ ഒരു ടെമ്പറേച്ചറാണ് ശരിക്കും സ്പെർം ഫോർമേഷന് അഥവാ സ്പെർമറ്റോജെനസിന് ഫേവറബിൾ എന്നാണ് പറയുന്നത്. സാധാരണ എക്സാമിന് കണ്ടുവരുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത കാര്യമാണ് നമ്മളൊരു ഇതാണ് ടെസ്റ്റിസിനെ ഡിവൈഡ് ചെയ്താൽ 250 ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അതായത് 250 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. 250 കമ്പാർട്ട്മെൻറ്റ്സിനും അതിൽ ഓരോ കമ്പാർട്ട്മെൻറ്റ്സിനും പറയുന്നവരാണ് ടെസ്റ്റിക്കുലാർ ലൊബ്യൂള്. ഓരോ ടെസ്റ്റിക്കുലാർ ലൊബ്യൂളിലും 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾ ഉണ്ടായിരിക്കും. ഈ സെമിനിഫറസ് ട്യൂബ്യൂളിനകത്തു നിന്നാണ് സ്പെർം പ്രൊഡ്യൂസ് ചെയ്യുക. ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ അതൊരു യെല്ലോ കളറാണ്. ഇനി ഒരു സെമിനിഫറസ് ട്യൂബ്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ മെയിനായിട്ട് 2 ടൈപ്പ് സെൽസ് ഉണ്ടായിരിക്കും. ഒന്ന് മെയിൽ ജെം സെൽസ്, രണ്ടാമത്തെ സെർട്ടോളി സെൽസ്. മെയിൽ ജെം സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ടു സിന്തസൈസ് ആൻഡ് പ്രൊഡ്യൂസ് സ്പെർം. അടുത്ത സെർട്ടോളി സെൽസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ സെർട്ടോളി സെൽ മെയിൽ ജെം സെല്ലിനെ നറിഷ് ചെയ്യുന്നു. നറിഷ്മെൻ്റ് ആണ് ഫംഗ്ഷൻ ടുവേഴ്സ് മെയിൽ ജെം സെൽസ്. ഇത് രണ്ടും കൂടാതെ ഒരു ടൈപ്പ് സെൽസ് കൂടി ഇവിടെ ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് അഥവാ ലേഡിക് സെൽസ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആൻഡ്രജൻസ് ഹോർമോൺസ് സിന്തസൈസ് ചെയ്യുക, സെക്രീറ്റ് ചെയ്യുക എന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ. സിന്തസൈസ് ആൻഡ് സെക്രീറ്റ് ടെസ്റ്റിക്കുലർ ഹോർമോൺസ് കാൾ ആൻഡ്രജൻസ്. ആൻഡ്രജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ടെസ്റ്റിസിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു കാര്യമാണ് രണ്ടാമത്തത്, ആക്സസറി ഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മെയിൽ സെക്സ് ആക്സസറി ഡക്റ്റാണ് അടുത്ത് ഡീൽ ചെയ്യാനുള്ളത്. എന്താണ് ആക്സസറി ഡക്റ്റ് എന്ന് ചോദിച്ചാൽ ടെസ്റ്റിസിനകത്തുനിന്ന് സ്പെർം പ്രൊഡ്യൂസ് ചെയ്തിട്ട് സ്പെർം ഇങ്ങനെ ഇറങ്ങി വരണം. റേറ്റ് ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫേഴ്സ്, അടുത്ത ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇങ്ങനെ വരുന്ന ആ ഒരു പാത്തിന് പറയുന്ന പേരാണ് മെയിൽ ആക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ്ട് റേറ്റ് ടെസ്റ്റിസിൽ നിന്നുണ്ടായ റേറ്റ് ടെസ്റ്റിസ്, ആരോ വാസ് എഫറൻസ്, ആരോ എപ്പിഡിഡൈമിസ്, ആരോ വാസ് ഡിഫറൻസ്, ആരോ ഇജാക്കുലേറ്ററി ഡക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് അത് പഠിച്ചു വെക്കേണ്ടത്. അതുകൊണ്ടോ മെയിൽ ആക്സസറി ഡക്ട്സ് ഇൻക്ലൂഡ്സ് റേറ്റ് ടെസ്റ്റിസ്, വാസ് എഫറൻഷ്യ, എപ്പിഡിഡൈമിസ് ആൻഡ് വാസ് ഡിഫറൻസ്. അത്രയും കഴിഞ്ഞിട്ട് അത് ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് മെയിൽ സെക്സ് ആക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെനിസ് എന്ന ഓർഗൻ വഴിയാണ് ഇൻസെമിനേഷൻ നടക്കുന്നത്. ഇൻസെമിനേഷൻ മീൻസ് ദി ഇജെക്ഷൻ ഓഫ് സെമൻ ഇൻറ്റു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് എന്നതാണ് ഇൻസെമിനേഷൻ. അതുപോലെ സെമൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും അതുപോലെ ഈ പെനിസ് എന്ന് പറയുന്ന ഓർഗൻ്റെ ഏറ്റവും അറ്റത്ത് കാണപ്പെടുന്ന ആ പോർഷൻ പറയുന്നവരാണ് യുറീത്രൽ മീറ്റസ്. ഇൻസെമിനേഷൻ നടക്കുന്നത് യുറീത്രൽ മീറ്റസിൽ കൂടിയാണ്. അടുത്തത് ഇവിടുത്തെ മെയിൽ സെക്സ് ആക്സസറി ഗ്ലാൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രധാനമായിട്ടും 1, 2, 3 ആക്സസറി ഗ്ലാൻസ് ആണുള്ളത്. സെമിനൽ വെസിക്കിൾസ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബ യുറിത്രൽ ഗ്ലാൻഡ്. ബൾബ യുറിത്രൽ ഗ്ലാൻഡ് അറിയപ്പെടുന്നത് കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്നൊക്കെയാണ്. കൗപ്പേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ 3 ഗ്ലാൻസും തമ്മിൽ സെമിനൽ വെസിക്കിൾസ് ഉണ്ടാക്കുന്ന സാധനമാണ് സെമിനൽ പ്ലാസ്മ. അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റിനും ബൾബ യുറിത്രലിനും ഗ്ലാൻസിനും ഓരോ സെക്രീഷൻസ് ഉണ്ട്. ഇതിൻ്റെ 3ന്റെ സെക്രീഷൻസും അതിൻ്റെ കൂടെ സ്പേമും കൂടെ വരുന്നു. അതിന് പറയുന്ന പേരാണ് സെമൻ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി നമുക്ക് നോക്കാം ഇതൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇവിടെ പ്രോസ്ട്രേറ്റിൻ്റെ ആദ്യത്തെ അക്ഷരം പി ആണ്. മീൻസ് പേഡ് എന്ന് നമുക്ക് ഉദ്ദേശിക്കാം. പേഡ്. അപ്പോൾ ഇത് പേഡല്ല എന്നതാണ് ശരിക്കും കറക്റ്റ്. പ്രോസ്ട്രേറ്റ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ് പേഡല്ല. ബൾബ യുറിത്രൽ ഗ്ലാൻഡ് സെമിനൽ വെസിക്കിൾസും പേഡാണ് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്.
അടുത്ത നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോവാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഓവറീസ് ആണ് പ്രൈമറി ഓർഗൻ. ഓവറീസ് ഓവം പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഒവിഡക്റ്റ്, അതിൻ്റെ മറ്റൊരു പേരാണ് ഫലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, സെർവിക്സ്, വജൈന ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റലിയ. എക്സ്റ്റേണൽ ജെനൈറ്റലിയക്ക് പറയുന്ന പേര് വൾവ എന്നാണ്. നമ്മുടെ NCERT ടെക്സ്റ്റിൽ അത് മെൻഷൻ ചെയ്യുന്ന കാര്യമല്ല. ഇനി ഓവറിയാണ് പ്രൈമറി ഓർഗൻ. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് ഓവം. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഫലോപ്പിയൻ ട്യൂബ് അഥവാ ഒവിഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്ക് 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ ലോങ് ആയിട്ടുള്ള സാധനമാണ് ഫലോപ്പിയൻ ട്യൂബ്. 10 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ ലോങ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പം ഇതിൻ്റെ ഓരോ പാർട്സാണ്. ആദ്യത്തെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിന് പറയുന്ന പേരാണ് ഫിംബ്രിയെ ഹെൽപ്സ് ടു എന്താ ഇവിടുന്ന് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുക, ഹെൽപ്സ് ടു ദി ഡയറക്ഷൻ, അതിനെ ഡയറക്റ്റ് ചെയ്യുക, ഓവത്തെ ഡയറക്റ്റ് ചെയ്യുക എന്നതാണ് ഫിംബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. ഇനി ഫലോപ്പിയൻ ട്യൂബിൻ്റെ പാർട്സ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഭാഗത്തിന് ഇൻഫണ്ടിബുലം എന്ന് പറയും, അടുത്ത ഭാഗം ആംപിള്ള എന്ന് പറഞ്ഞു വരും. ഈ ഒരു ആംപിള്ള റീജിയണിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. Each fallopian tube parts closer to the ovary is a funnel shaped infundibulum, and edges of the infundibulum process finger like projections called fimbria, which helps in the collection of the ovum after ovulation. മനസ്സിലായല്ലോ? രണ്ടാമത് പറയുന്ന പേരാണ് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ആംപിള്ള എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനിലാണ്. ആംപിള്ള കണ്ടില്ലേ, ആംപിള്ള ഇസ്തമസ്. ഇതിൻ്റെ പാർട്സ് ഇത്രയാണ്: ഇൻഫണ്ടിബുല, ആംപിള്ള, ഇസ്തമസ്, ഫലോപ്പിയൻ ട്യൂബിൻ്റെ പാർട്സ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ഈ പാർട്സ് ഓഫ് യൂട്രസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യൂട്രസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻവേർട്ടഡ് പിയർ ഷേപ്പ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിന് അതർവൈസ് ഇസ് നോൺ ആസ് WOMB, വോംപ് എന്നൊക്കെ പറയും. നമുക്ക് അറിയാം യൂട്രസിലാണ് കുട്ടി വളരുന്നത്. യൂട്രസിന് പ്രധാനമായിട്ടും 3 ലെയേഴ്സ് ഉണ്ട്: പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ തിൻ മെംബ്രൈനീസ് ആയിട്ടുള്ള ലെയറാണ്. അടുത്ത തിക്ക് ലെയർ ആയിട്ടുള്ള സ്മൂത്ത് മസിൽസ് കൊണ്ടിട്ട് മെയ്ഡ് ആയിട്ടുള്ളതാണ് മയോമെട്രിയം. മയോ എന്ന വാക്കിൻ്റെ അർത്ഥം മസിൽസ് എന്നാണ്. മസിൽസ് മെയ്ഡ് മെട്രിയം ആണ്. ഇവിടെയാണ് ശരിക്കും കുട്ടിയുടെ ഡെലിവറി അടക്കുമ്പോഴത്തേക്ക് സ്ട്രോങ്ങർ പാർച്യൂറേഷൻ കൺട്രാക്ഷൻസ് ഡെവലപ്പ് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ ലെയറാണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൽ കിടന്നാണ് കുട്ടി വളരുന്നത്. എൻഡോമെട്രി അതുകൊണ്ട് തന്നെ നമുക്ക് ഒരൊറ്റ സെൻറ്റൻസിൽ പറയാം, ഇറ്റ് ഈസ് ഹൈലി ഗ്ലാൻഡുലാർ ആൻഡ് വാസ്കുലാർ എന്ന് പറയാം. അടുത്തതായിട്ട് ഫീമെയിൽ എക്സ്റ്റേണൽ ജെനൈറ്റലി ആയിട്ടുള്ള വൾവ, അതിൻ്റെ പാർട്സ് ആണ് പഠിച്ചു വെക്കേണ്ടത്: മോൺസ് പിബിസ്, ലേബിയ മെജോറ, ലേബിയ മൈനോറ, ഹൈമൻ ആൻഡ് ക്ലൈറ്റോറിസ്. അത്രയും പേരുകൾ പഠിച്ചു വെക്കുക. അടുത്ത മാമറി ഗ്ലാൻഡിൻ്റെ ഒരു കാര്യമാണ്. മാമറി ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മാമറി ഗ്ലാൻഡിൽ നിന്നിട്ട് എങ്ങനെയാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം മാമറി ലോബ്, അതൊരു ആരോ ഇട്ടാണ് ശരിക്കും പഠിക്കേണ്ടത്. മാമറി ലോബ്, ആൽവിയോളാർ സെൽസ്, മാമറി ട്യൂബ്, മാമറി ഡക്റ്റ്, മാമറി ആംപ്യുള്ള, ലാക്റ്റിഫറസ് ഡക്റ്റ്. ഇങ്ങനെ ഒരു ആരോ ഇട്ടിട്ട് പഠിക്കുക. എന്താ? മാമറി ലോബ്, ആൽവിയോളാർ സെൽസ്, മാമറി ട്യൂബ്, മാമറി ഡക്റ്റ്, മാമറി ആംപ്യുള്ള, ലാക്റ്റിഫറസ് ഡക്റ്റ്. അങ്ങനെയാണ് മാമറി ഗ്ലാൻസിൽ നിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അടുത്ത സെക്ഷനാണ് ഗാമറ്റോജെനസിസ്. ഗാമറ്റോജെനസിസിൽ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഗാമറ്റോജെനസിസിൽ ആദ്യം പഠിക്കുന്നത് സ്പെർമാറ്റോജെനസിസ് ആണ്. സ്പെർമാറ്റോജെനസിസ് എന്താണെന്ന് വെച്ചാൽ ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർം പറയുന്ന പേരാണ് സ്പെർമാറ്റോജെനസിസ്. സ്പെർമാറ്റോജെനസിസ് ഇത്രയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. സ്പെർമറ്റോഗോണിയ എന്നതാണ് സ്പെർം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മദർ സെല്ല്. ഈ സ്പെർമറ്റോഗോണിയ എന്നത് കൺവേർട്ട് ചെയ്തിട്ട് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറും. ആ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് കൺവേർട്ട് ചെയ്തിട്ട് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആയിട്ട് മാറും. ഇവിടെ പ്രൈമറി എന്ന് പറഞ്ഞിട്ടുള്ള സാധനം സെക്കൻഡറി ആയിട്ട് മാറിയത് കൊണ്ടിട്ട് അതിന് അവിടെ ഉള്ള ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു മിയോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മിയോസിസ് ഡിവിഷനാണ്. ബാക്കി എല്ലായിടത്തും മൈറ്റോസിസ് ഡിവിഷനാണ്. അപ്പം സ്പെർമാറ്റോഗോണിയ എന്ന് പറഞ്ഞ മദർ സെൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറി. ആ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നിട്ട് മിയോസിസ് വഴി സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറി. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറിയപ്പോഴത്തേക്ക് അതിൻ്റെ എണ്ണം 2 മാറിയിട്ടുണ്ട്. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ടാണ് മാറിയത്. ആ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൻ്റെ ക്രോമസോം നമ്പരും ഹാഫായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 2 സ്പെർമാറ്റിഡ് വഴി ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ ഒരു സ്പെർമാറ്റോഗോണിയൽ സെൽസിൽ നിന്ന് 4 സ്പെർമാറ്റിഡ് ഫോം ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാം. ഈ സ്പെർമാറ്റിഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം നോൺ ഫങ്ഷണലാണ്. ഇത് ഫങ്ഷണലായിട്ടുള്ള സ്പെർമാറ്റോസോവ ആയിട്ട് മാറുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് സ്പെർമിയോജെനസിസ്. ഇനി ഇവിടുന്ന് പഠിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ LH ലുട്ടനൈസിങ് ഹോർമോണിൻ്റെ FSHൻ്റെ ഫങ്ഷൻ എന്താണ് മെയിൽസിൽ എന്നതാണ് പറയുന്നത്. LH ആക്ടോൺ ലൈഡിക് സെൽസ്,
FSH ആക്ടോൺ സെർട്ടോളി സെൽസ് എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്പേമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ്. ഇതാണ് ശരിക്കും സ്പേമിൻ്റെ സ്ട്രക്ചർ. സ്പേമിനൊരു ഹെഡ് റീജിയൻ ഉണ്ട്, ഒരു മിഡിൽ പീസ് റീജിയൻ ഉണ്ട്, ഒരു ടെയിൽ റീജിയൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഹെഡ് റീജിയൻ നോക്കാം. ഹെഡ് റീജിയനിലേക്ക് ഇവിടെ ന്യൂക്ലിയസ് കണ്ടെയ്ൻഡ് ക്രോമസോമൽ മെറ്റീരിയൽ ഉണ്ട്, അതുകൊണ്ട് തന്നെ ജനറ്റിക് ഡീറ്റെയിൽസ് ക്യാരി ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. അടുത്ത നമുക്ക് മിഡിൽ പീസിൽ കാണാൻ പറ്റുന്നത് മൈറ്റോകോൺട്രിയസ് ആണ്. മൈറ്റോകോൺട്രിയസ് കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്ന കാര്യമാണ്. മൈറ്റോകോൺട്രിയ എന്ന് പറഞ്ഞാൽ എനർജി സോഴ്സ് ആണ്. അപ്പം നമുക്ക് എനർജി കിട്ടുന്നത് മിഡിൽ പീസിൽ നിന്നിട്ടാണ്. അടുത്ത നമുക്ക് ടെയിൽ റീജിയൻ ഉണ്ട്. ടെയിൽ റീജിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പേമിന് മോട്ടൈലിറ്റി കൊടുക്കുന്ന റീജിയനാണ്. ഇതാണ് ശരിക്കും സ്പേമിൻ്റെ സ്ട്രക്ചർ. അതിന് 3 റീജിയൻ: ഹെഡ് റീജിയൻ, നെക്ക് റീജിയൻ, മിഡിൽ പീസ് റീജിയൻ. നെക്ക് റീജിയൻ കൺസിഡർ ചെയ്യാൻ കുഴപ്പമില്ല. ഹെഡ് റീജിയൻ, മിഡിൽ പീസ് റീജിയൻ, ടെയിൽ റീജിയൻ. അടുത്ത നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് ഫീമെയിൽ. ഇവിടെ നമ്മൾ ഗാമറ്റോജെനസിസ് ആണ് പഠിക്കുന്നത്. സ്പെർമറ്റോജെനസിസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത oogenesis എന്ന് പറയുന്ന ഫീമെയിൽ ഗാമറ്റോജെനസിസ് എന്നൊക്കെ പറയാം. അപ്പോൾ oogenesis ഉണ്ടാകുന്നത് ഊഗോണിയൽ സെൽസിൽ നിന്നിട്ടാണ്. അപ്പം ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഓക്കെ, ക്യാമറ നേരെ പിടിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം സ്പെർമറ്റോജെനസിസ് എന്ന് പറയുന്നത് പ്യൂബർട്ടി ആയതിനു ശേഷമാണ് നടക്കുന്നത്. എന്നാൽ oogenesis എന്ന് പറയുന്നത് എംബ്രിയോണിക് പീരീഡ് മുതൽ നടക്കുന്നൊരു കാര്യമാണ്. നമ്മൾ അമ്മയുടെ വയറ്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് കൊച്ചു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയിൽ നടക്കുന്ന മാറ്റങ്ങളാണ്. പെൺകുട്ടിയിൽ ഊഗോണിയം എന്ന് പറഞ്ഞിട്ടുള്ള സെൽസ് ഫോം ചെയ്യുന്നു. അതിനെ കവർ ചെയ്തിട്ട് പ്രൈമറി യൂസൈറ്റ് കവർ ചെയ്യുന്നു. അതിനുശേഷം പ്രൈമറി ഫോളിക്കിൾ അവിടെ കവർ ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത്, ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എവിടെ വെച്ചിട്ടാണ്? പെൺകുട്ടി അമ്മയുടെ വയറ്റിലിരിക്കുന്ന സമയത്താണ്. ഇനി അതിനുശേഷം കുഞ്ഞിൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ആ പ്രൈമറി ഫോളിക്കിളിനെ ചുറ്റിപ്പറ്റി സെക്കൻഡറി ഫോളിക്കിൾ ഫോം ചെയ്യും. അതിനുശേഷം ടെർഷറി ഫോളിക്കിൾ ഫോം ചെയ്യും. അതിനുശേഷം ആൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിയും ഫോം ചെയ്യും. ഇതൊക്കെ കുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തിലാണ്. മനസ്സിലായോ? എന്നിട്ട് ഫസ്റ്റ് ഇതൊക്കെ ഇത്രയും ഭാഗം നടക്കുന്നത് വെച്ചാൽ കുട്ടി ജനിച്ചതിന് ശേഷം കുട്ടി സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷമാണ് സെക്കൻഡറി ഫോളിക്കിളായിട്ടും പിന്നെ ടെർഷറി ഫോളിക്കിളിനകത്ത് ആൻഡ്രം ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി പ്രസൻറ്റ് ആവുന്നത്. അപ്പോൾ ആൻഡ്രം ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം ചോദിച്ചാൽ അത് ടെർഷറി ഫോളിക്കിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സാണ്. അപ്പോഴാണ് ഈ നമ്മൾ പറഞ്ഞ പ്രൈമറി ഊസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം സെക്കൻഡറി ഊസൈറ്റായിട്ട് മാറും. ഇവിടെ നിന്ന് ഈ ഒരു മാറ്റം ഉണ്ടാവും. ഇവിടെ നടക്കുന്ന പ്രൈമറി സെക്കൻഡറി ആയിട്ട് മാറിയോണ്ട് അവിടെ മിയോസിസ് ഡിവിഷനാണ് നടക്കുന്നത്. പ്ലസ് ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാവും. അപ്പോഴത്തേക്ക് ഗ്രാഫിയൻ ഫോളിക്കിൾ അതിനെ വന്ന് കവർ ചെയ്യും. ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ മെംബ്രെയിൻ എന്ന് പറയുന്ന പേരാണ് സോന പെല്യൂസിഡ. നമുക്ക് അങ്ങോട്ട് പോവാം. അണ്ടേ ടെർഷറി ഫോളിക്കിൾ ഫർദർ ചേഞ്ചസ് ഇൻ മെച്ചുവർ ഫോളിക്കിൾ ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾ. ആ ഫോളിക്കിളിന് ഗ്രാഫിയൻ ഫോളിക്കിളായിട്ട് മാറും. അതിനൊരു ലെയർ ഉണ്ട്, അതിന് പറയുന്ന പേരാണ് സോന പെല്യൂസിഡ. അപ്പം ഇത്രയും നടന്നിട്ട് അവിടെ ഓവുലേഷൻ നടക്കും. ഓവുലേഷൻ എന്താണെന്ന് വെച്ചാൽ ഓവറിയിൽ നിന്നിട്ട് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓവുലേഷൻ. അപ്പോൾ നമുക്ക് പാർട്ട് 1 ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പാർട്ട് 2 നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ മുതൽ ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം പാർട്ട് 2 പോയി കാണുക. അടുത്ത വീഡിയോയിൽ അതായിരിക്കും ഉൾപ്പെടുത്തുന്നത്. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.